മഴത്തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. അലീനയും ഔതക്കുട്ടിച്ചായനും കൂടി സ്റ്റാൻലിയുടെ തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയും അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ വ്യാപകമായ ക്രമക്കേടുകൾ ദീർഘവർഷങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അലീന കണ്ടെത്തി. ഈ പണത്തിൽ സിംഹഭാഗവും എൽസമ്മയുടെയും കുട്ടികളുടെയും ചെലവിനും ആ വീട്ടിലെ മെയിൻ്റനൻസിനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് എഴുതി മാറ്റിയിരിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുകയും ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്യുന്നതിനിടയിൽ സ്റ്റാൻലി അവിടേക്ക് വരികയും സ്റ്റാൻലിക്കും ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം കണക്കുകൾ വളരെ കൃത്യമായി പരിശോധിക്കുവാൻ വേണ്ടി ബിൽ ബുക്കുകൾ, അക്കൗണ്ട് ബുക്കുകൾ, അങ്ങനെ സർവ്വസാമഗ്രികളുമായിട്ട് സ്റ്റാൻലിയും അലീനയും ഔതക്കുട്ടിച്ചായനും തിരികെ ബംഗ്ലാവിലേക്ക് പോവുകയും ചെയ്തു. തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അലീന പപ്പയോട് പറയുന്നുണ്ട്, അഞ്ചലിലെ വീട്ടിൽ ഒരറ്റകുറ്റപ്പണിയും ചെയ്തിട്ടില്ല പപ്പ. ആ വീടിന് പെയിന്റ് അടിച്ചിട്ട് ഒരു 8 വർഷമെങ്കിലും ആയി കാണും. അതുപോലെ തന്നെ ഫർണിച്ചറും മറ്റു വീട്ടുപകരണങ്ങളും ഒന്നും കൊള്ളാവുന്നതില്ല. അതേസമയം റീത്താമ്മ ആൻറ്റിയുടെ വീട് കാണണം. കാറിൻ്റെ കാര്യം തന്നെ നോക്ക്. പപ്പ കാർ ഇടിച്ച് ചുളുക്കിയപ്പോൾ അവർ റെൻ്റേ കാർ എടുത്തിട്ട് ഇവിടെ വന്ന് പപ്പയെ കൊണ്ട് കാശ് മുടക്കിച്ചു. അഹങ്കാരമല്ലേത്? ടാനിയായും ടെൽസയും ഒക്കെ ഓട്ടോറിക്ഷയിലാണ് സഞ്ചാരം. കാറ് കൊണ്ട് നടക്കുന്നത് റീത്താമ്മ ആൻറ്റി. അതിന് പണം മുടക്കുന്നതോ പപ്പ. എന്നിട്ട് പപ്പ അവരുടെ ഏറ്റവും വലിയ ശത്രുവും. പപ്പ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള പരാതി വേറെയും. അലീന സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പിറ്റേന്ന് അലീന ബാലചന്ദ്രമേനോനെ വിളിച്ചു. ഒരു ഓഡിറ്ററെ അയക്കാമോ എന്ന് ചോദിച്ചു. പപ്പയുടെ തോട്ടത്തിൽ കുറെ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ടെന്നും അത് കണ്ടുപിടിക്കാനാണെന്നും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ബാലചന്ദ്രമേനോൻ ഓഡിറ്ററെ ഏർപ്പാടാക്കി കുളത്തുപുഴയിലേക്ക് അയച്ചു. അയാൾ 6 ദിവസം ബംഗ്ലാവിൽ താമസിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കണക്ക് ബുക്കുകളും ബില്ലുകളും പരിശോധിച്ചു. പർച്ചേസ് നടത്തിയ കടകൾ, റബ്ബർ വിറ്റ കമ്പനികൾ എന്നിവയുമായി ബന്ധപ്പെട്ടു. പർച്ചേസിലും റബ്ബർ വിൽപ്പനയിലും ധാരാളം ക്രമക്കേടുകൾ നടന്നു വരുന്നതായി കണ്ടെത്തി. തോട്ടത്തിൽ ആവശ്യമുള്ളതിൻ്റെ ഇരട്ടിയാണ് വളവും കീടനാശിനികളും മറ്റുപകരണങ്ങളും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സാധനങ്ങളും വാങ്ങാതെ തന്നെ ബില്ലുണ്ടാക്കിയിട്ടുണ്ട്. ഓഫീസിലെ ബില്ലുകളുടെ നമ്പരും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത കടകളിലെ ബില്ലിൻ്റെ കാർബൺ കോപ്പിയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ചില ബില്ലുകൾ കൃത്യമായി ഉണ്ടാക്കിയതായിരുന്നു. വർഷങ്ങളായി നടന്നു വന്ന തട്ടിപ്പും വെട്ടിപ്പും പുറത്തായതോടെ സ്റ്റാൻലി തൻ്റെ ഓഫീസിലെ ജീവനക്കാരെ പിരിച്ചുവിടുവാൻ തയ്യാറായി. പക്ഷേ അലീന അതിന് തടസ്സം നിന്നതിനാൽ ആർക്കും ജോലി നഷ്ടമായില്ല. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ ആക്ഷൻ എടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അലീന, പപ്പ കള്ളും കുടിച്ച് ഒന്നും ശ്രദ്ധിക്കാതെ അലസനും മടിയനുമായി കഴിഞ്ഞുകൂടിയതുകൊണ്ടല്ലേ കണ്ടവരെല്ലാം കൈയിട്ട് വാരിയത്? കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ ആർക്കും എടുക്കാമല്ലോ. ഒരു തവണ അവരെ ശാസിക്കാം, മുന്നറിയിപ്പ് കൊടുക്കാം. ഇനി അത് ആവർത്തിച്ചാൽ പിരിച്ചുവിട്ടേക്കാം. അതല്ലേ നല്ലത്? ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിക്കും ആ അഭിപ്രായത്തോടത്ര യോജിപ്പില്ലായിരുന്നുവെങ്കിലും അവർ മറുത്തൊന്നും പറയാതെ സമ്മതം മൂളി. 2 ആഴ്ചയ്ക്ക് ശേഷം റീത്താമ്മ സ്റ്റാൻലിയെ കാണാനെത്തി. ആകെ ക്ഷോഭിച്ച മട്ടിലായിരുന്നു അവരുടെ വരവ്. ടാനിയ മോളെയും ടോജോയെയും അവരൊപ്പം കൂട്ടിയിരുന്നു. അവരെ സ്റ്റാൻലിയുടെ മുൻപിൽ നിർത്തിയിട്ട് റീത്താമ്മ രോഷാകുലയായി ചോദിക്കുകയാണ്, ഈ കുട്ടികളെ ആര് സംരക്ഷിക്കും? ഇതുവരെ ആര് സംരക്ഷിച്ചോ അവർ തന്നെ. സ്റ്റാൻലിയുടെ മറുപടി, ഇതുവരെ ഞാനാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കിയത്. എങ്കിൽ റീത്താമ്മയ്ക്ക് തുടർന്നത് ചെയ്യാം. എനിക്കൊരു വിരോധവുമില്ല. എനിക്കുമുണ്ട് മക്കൾ. ഞാൻ അവരെ നോക്കണോ സ്റ്റാൻലിയുടെ മക്കളെ നോക്കണോ? റീത്താമ്മയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇവർക്ക് ചെലവിന് കൊടുക്കണ്ടേ? ഇവരെ പഠിപ്പിക്കണ്ടേ? ആർക്കാ അതിൻ്റെ ഉത്തരവാദിത്തം? അല്ല, റീത്താമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത്? ഇവരെ വളർത്തണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും പണം വേണം. ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ വൗച്ചറും രസീതും കണക്കുമെല്ലാം വേണമെന്ന് പറയുന്നു. ഇത്രയും കാലം അതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴെന്താ ഒരു പുതുമ? ഉടനെ സ്റ്റാൻലി അലീനയെ വിളിച്ചു. കണക്കുകൾ എടുക്കുവാൻ പറഞ്ഞു. അലീന നോട്ട്ബുക്കുകളുമായി വന്നു. അലീന, അതൊന്ന് വായിച്ച് കേൾപ്പിക്കും. കഴിഞ്ഞ 9 മാസത്തിനിടയ്ക്ക് 5.5 ലക്ഷത്തിൽ രൂപയിൽ പരം റീത്താമ്മ ആൻറ്റി ഓഫീസിൽ നിന്നും കൈപ്പറ്റിയതായി കണക്കുകളുണ്ട്. അലീന പറയുകയാണ്. നീ ആരാടി എന്നോട് കൽപ്പിക്കാൻ? ഞാൻ നിന്റെ മുമ്പിൽ കൈനീട്ടാൻ വന്നവളല്ല. നിന്റെ അപ്പനുണ്ടല്ലോ, ഞാൻ അയാളോടാണ് സംസാരിക്കുന്നത്. റീത്താമ്മ വെറുപ്പോടെയാണ് അലീനയുടെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചത്. അതിന് മറുപടിയായി അലീന പറയുകയാണ്, പപ്പയെയും പപ്പയുടെ ഭാര്യയും മക്കളെയും ചൂഷണം ചെയ്തും പറ്റിച്ചും ജീവിച്ചതൊക്കെ മതി ആൻറ്റി. ഇനി അത് നടപ്പില്ല. ആരാടി നിന്റെ പപ്പയെ പറ്റിച്ചത്? എനിക്ക് അങ്ങയുടെ കാൽ കാശ് വേണ്ട, തൊടില്ല ഞാനത്. അറപ്പാണ് എനിക്ക്. അപ്പോൾ സ്റ്റാൻലി, പിന്നെ എങ്ങനെ കഴിഞ്ഞ മാസം 64,000 രൂപയുടെ ചെലവ് വന്നു റീത്താമ്മേ? കാർ വാടക കൊടുക്കണമായിരുന്നു, പിന്നെ പെട്രോള്, ചിട്ടി, ഇൻഷുറൻസ്, മറ്റ് ചെലവുകൾ. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാ. ആരോട് ചോദിച്ചിട്ട് റീത്താമ്മ റെൻ്റേ കാർ എടുത്തു? സ്റ്റാൻലി തന്നെയാണ് ഉണ്ടായിരുന്ന കാർ നശിപ്പിച്ചത്. പകരം സ്റ്റാൻലിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും സഞ്ചരിക്കുവാൻ കാർ വേണമായിരുന്നു. നിങ്ങൾ അപ്പനും രഹസ്യപുത്രിയും മാത്രം കാറിൽ യാത്ര ചെയ്താൽ മതിയോ? അപ്പോൾ അലീന, പപ്പ എൽസമ്മ ആൻറ്റിക്കും മക്കൾക്കും വാങ്ങിക്കൊടുത്ത കാറ് ആരാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അവിടെ 2 ദിവസം താമസിച്ചപ്പോൾ കണ്ടതാ. പിന്നെ ചിട്ടിയും ഇൻഷുറൻസും. ഇതാണ് പ്രീമിയം നോട്ടീസ്. അലീന നോട്ട്ബുക്കിൻ്റെ പേജുകൾക്കിടയിൽ നിന്നും 2 കടലാസുകൾ എടുത്ത് കാണിച്ചു. ഒരെണ്ണം റീത്താമ്മ ആൻറ്റിയുടെ പേരിൽ, അടുത്തത് ഭർത്താവിൻ്റെ പേരിൽ. അതിന് പണം മുടക്കേണ്ടത് എൻ്റെ പപ്പ. എൽസമ്മയൊന്ന് ഞെട്ടി. എന്നിട്ട് പറയുകയാണ്, അതെ, ഞാൻ എൽസമ്മയ്ക്ക് വേണ്ടി ചേർന്നതാ.
തവണ അടച്ച് പൂർത്തിയാകുമ്പോൾ പൈസ അവൾക്ക് തന്നെ ഞാൻ കൊടുക്കും. റീത്താമ്മ ആൻറ്റി കൊടുക്കുമെന്ന് മനസ്സിലായി. 2 ലക്ഷത്തിന്റെ 2 നമ്പർ ചിട്ടിയും 4 ലക്ഷത്തിന്റെ 1 നമ്പർ ചിട്ടിയും ചേർന്നത് എൽസമ്മ ആൻറ്റിയുടെ പേരില. അതിന്റെ കുറെ തവണ അടച്ചതും എൽസമ്മ ആൻറ്റിയുടെ പേരിൽ തന്നെയാണ്. പിന്നെ തന്ത്രപരമായി തവണകൾ അടയ്ക്കാതെ ചിട്ടി മുടക്കി. എന്നിട്ട് അതെല്ലാം റീത്താമ്മ ആൻറ്റി പർച്ചേസ് ചെയ്ത് സ്വന്തം പേരിലേക്ക് മാറ്റി. ഇതൊന്നും പപ്പ അറിയുന്നില്ല. അതൊക്കെ എന്റെ പേരിലാണെങ്കിലും ചിട്ടി തീരുമ്പോൾ ആ പണം ഞാൻ എൽസമ്മയ്ക്ക് തന്നെ കൊടുക്കും. അത് മനസ്സിലായി. സ്വരാജ് എയർലൈൻസിന്റെ ഏജന്റ് ആണല്ലോ റീത്താമ്മ ആൻറ്റി. എൽസമ്മ ആൻറ്റിയുടെ പേരിൽ വർഷം തോറും ഓരോ ലക്ഷം രൂപ അടയ്ക്കേണ്ട പോളിസി എടുപ്പിച്ചിട്ടുണ്ട്. സ്വന്തം അനുജത്തിയെ കൊണ്ട് 1 ലക്ഷത്തിന്റെ പോളിസി എടുപ്പിച്ചിട്ട് അതിന് കമ്മീഷനായിട്ട് 70,000 രൂപ സ്വന്തം കീശയിലേക്ക് തട്ടാവുന്ന സ്കീമിൽ ചേർത്ത റീത്താമ്മ ആൻറ്റിയുടെ സഹോദര സ്നേഹം അത് സമ്മതിച്ചിരിക്കുന്നു. 1 ലക്ഷം രൂപ അടച്ച അനുജത്തിയുടെ അക്കൗണ്ടിൽ വെറും 28,000 രൂപ മാത്രം. അതൊന്നും എന്റെ കുഴപ്പമല്ല, സ്കീമിന്റെ പ്രത്യേകതയാ. ആ സ്കീമിലേക്ക് ചേർത്തതാരാ? വേറെ നല്ല സ്കീം ഉണ്ടായിരുന്നല്ലോ റീത്താമ്മ ആൻറ്റി. അതുകൊണ്ട് ഒരു കാര്യം ആൻറ്റി മനസ്സിലാക്കിക്കൂ, ഇനി ഇത്തരം ചൂഷണമൊന്നും ഇവിടെ നടക്കില്ല. എൽസമ്മ ആൻറ്റിയുടെയോ മക്കളുടെയോ പേരിലുള്ള പ്രീമിയം നോട്ടീസ് കൊണ്ടുവന്നാലും ഇവിടുന്ന് പണമടയ്ക്കും. അതും നിങ്ങളെ ഏൽപ്പിക്കില്ല. ഇവിടെ പണമടയ്ക്കുവാൻ ആണുങ്ങളുണ്ട്. അതുകൊണ്ട് പപ്പയുടെ ഓഫീസിലെ സ്റ്റാഫുമായി ചേർന്നുള്ള ഒത്തുകളിയും തട്ടിപ്പും എല്ലാം തൽക്കാലം അങ്ങ് നിർത്തിയേക്ക്. പപ്പയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. അവർക്ക് ആവശ്യമുള്ള പണം പപ്പ തന്നെ അവിടെ എത്തിച്ചു കൊടുത്തോളും. അലീനയുടെ അറത്തുമുറിച്ചുള്ള സംസാരം കേട്ടുകൊണ്ട് റീത്താമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാ, നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ലടി. ഈ കുഞ്ഞുങ്ങളുടെയും അവരുടെ തള്ളയുടെയും പ്രാക്കും കണ്ണീരും ഒരിക്കലും നിന്നെ വിട്ടുമാറത്തില്ല. നീ അനുഭവിക്കും. റീത്താമ്മയാ പറയുന്നത്. റീത്താമ്മ തലയറിഞ്ഞ് പ്രാകുന്നത് കേട്ടുകൊണ്ട് സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയുകയാ, നീ ശപിച്ചാലൊന്നും ഇവിടുത്തെ പട്ടികളുടെ ഒരു രോമം പോലും കൊഴിയത്തില്ല റീത്താമ്മേ. എന്റെ മോളെ കാറിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയവളല്ലേ നീ. അതോർത്താൽ നിന്നെ ഈ മുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കരുതാത്തതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരക്ഷരം പോലും ഇനി സംസാരിക്കരുത്. അതൊക്കെ വേണമെങ്കിൽ ഗേറ്റിന്റെ വെളിയിൽ പോയിന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പുറത്തേക്ക് വിരൽ ചൂണ്ടി. അടുത്തതായി കാണുന്നത് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ഷെറിനും ചിന്നുമോളും എല്ലാം കൂടി ആ ബംഗ്ലാവിലേക്ക് വരുന്ന കാഴ്ചയാണ്. കാറ് ഗേറ്റ് കടന്നു വരുന്നത് കണ്ടതേ അലീന ആൻറ്റപ്പന് നായ്ക്കളെ അടക്കി നിർത്തുവാനുള്ള സൂചന നൽകി. കാലത്ത് 10 മണി മുതൽ അവൾ കൂടെ സിറ്റൗട്ടിലേക്ക് വന്നും പോയും ഇരിക്കുകയായിരുന്നു. കിച്ചണിൽ സദ്യ ഒരുക്കുന്നതിന്റെ മേൽനോട്ടം ഇല്ലായിരുന്നുവെങ്കിൽ അവൾ സിറ്റൗട്ടിൽ നിന്നും മാറാതെ അവിടെ തന്നെ നിന്നേനെ. കാർ വന്ന് സിറ്റൗട്ടിന്റെ മുൻപിൽ മണൽ വിരിച്ച മുറ്റത്ത് നിന്നപ്പോഴേക്കും അലീന ഓടി ഇറങ്ങിച്ചെന്നു. കാറിന്റെ പവർ വിൻഡോകൾ താഴ്ന്നു കഴിഞ്ഞിരുന്നു. രേവതിക്കുട്ടിയാണ് ആദ്യം ഇറങ്ങിയത്. അലീന അവളെ മൃദുവായി ആശ്ലേഷിച്ചു. അയ്യോ, ഇതെന്താ അലീന ചേച്ചിയുടെ കൈക്കൊരു ബലമില്ലാത്തതുപോലെ? ഒന്ന് മുറുകെ കെട്ടിപ്പിടിച്ചേ. രേവതിക്കുട്ടി അവളെ വട്ടം കെട്ടിപ്പിടിച്ച് നിലത്ത് നിന്ന് പൊക്കി ഒന്ന് ചുറ്റി തിരിച്ചു. അപ്പോൾ അലീന, അയ്യോ പെണ്ണെ, ഒന്ന് താഴെ നിർത്ത്, എന്റെ വാരിയല്ലൊടിയും. അലീനയെ നിലത്ത് നിർത്തിയിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, ഓ, ഞാൻ ഉദ്ദേശിച്ച അത്രയും വെയിറ്റ് ഒന്നും ആയിട്ടില്ല. അവരുടെ ആ കെട്ടിപ്പിടുത്തവും വട്ടം കറക്കലും എല്ലാം കണ്ട് നാണിച്ച ചിരിയോടെ വിരല് കടിച്ചുകൊണ്ടാണ് ചിന്നുമോൾ കാറിൽ നിന്നും ഇറങ്ങിയത്. അലീന അവളെ പൊക്കിയെടുത്ത് തലയ്ക്ക് മീതെ ഉയർത്തിയപ്പോൾ അവൾ കിലുകിലെ ചിരിച്ചു. അവളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലീന ചോദിക്കുകയാണ്, താഴോട്ടിടട്ടെ? ആ, സമ്മതിച്ചു, ഇട്ടോ. ചെറുതായി ഒന്ന് പിടിവിടുന്നത് പോലെ അഭിനയിച്ചിട്ട് അലീന അവളെ വീണ്ടും തന്റെ തോളത്തേക്ക് അണച്ചു പിടിച്ചു. നെറ്റിയിലും ശിരസിലും ഉമ്മ വെച്ചു. പിന്നെ അവളെ താഴെ നിർത്തി. പൊന്നുമോൾ അങ്ങ് വെളുത്തു തുടുത്ത് സുന്ദരി കുട്ടിയായി കേട്ടോ. അലീന അവളെ അഭിനന്ദിച്ചു. അത് കേട്ടപ്പോഴേക്കും ചിന്നുമോൾക്ക് ചിരി വന്നു. ഈ സമയത്ത് ഷെറിനെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കി അലീനയുടെ മുൻപിൽ നിർത്തി അവരുടെ ചുരിദാറിന്റെയും ഷാളിന്റെയും ചുളിവുകളൊക്കെ നേരെയാക്കിയിട്ട് രേവതിക്കുട്ടി പറയുകയാണ്, ദേ, ഇതിന്റെ കമന്റ് കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ഇതിന്റെ ചർമ്മം കണ്ടാൽ കല്യാണം കഴിച്ചതാണോ ഈ കൊച്ചിന്റെ അമ്മയാണോ എന്ന് തോന്നുവോ? ഷെറിൻ അത് കേട്ട് അല്പം നാണിച്ചും രേവതിക്കുട്ടിയോട് ചിണുങ്ങിയും കൊണ്ട് നിന്നു. അപ്പോൾ അലീന, നേരാ, നിന്നെ കണ്ടാലാ കുറച്ചുകൂടി ഇപ്പൊ പ്രായം തോന്നുന്നത്. ആ, അതിപ്പോ ഞാനല്ലയോ കൊച്ചിന്റെ അമ്മ. ഇത് അങ്കിളുടെയും ആന്റിയുടെ പുന്നാര മോളും. അലീന ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കരം ഗ്രഹിച്ചു. അവരുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി. ഗ്രേസമ്മയുടെ ഹൃദയം നിറഞ്ഞ ആഹ്ലാദം മുഖത്തോളം വിട്ടുന്നുണ്ടായിരുന്നു. ആന്റി വാ, ഞാൻ എത്ര നേരമായെന്നറിയോ കാത്തിരിക്കുന്നത്. മാമച്ചനാകട്ടെ നായ്ക്കളെങ്ങാണം എവിടെ നിന്നെങ്കിലും ഓടി വരുന്നുണ്ടോ എന്ന് നാലുപാടും പരതി നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പട്ടികളെല്ലാം കൊടുത്തോ മോളെ? ഒന്നിൻ്റെ അനക്കമില്ലല്ലോ. അതിന് അലീന, അങ്കിളും ആന്റിയും വരുന്നത് പ്രമാണിച്ച് അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബഹളമൊന്നും ഉണ്ടാക്കിയേക്കരുതെന്ന്. മാമച്ചൻ വീണ്ടും അലീനയോട് കുശലം പറയുകയാണ്. അല്ല മോളെ, ഞാൻ വിചാരിച്ച് നീ കുറച്ചുകൂടിയൊക്കെ വണ്ണം വെച്ച് കാണുമെന്ന്. അതുപോലൊക്കെ തന്നെ ഇരിക്കുകയാണല്ലോ. കുറച്ചുകൂടി നന്നായിരുന്നതാ. ഡ്രൈവിംഗ് പഠിച്ചു മെലിഞ്ഞു പോയതാ. ഡ്രൈവിംഗ് പഠിച്ചാൽ മെലിയുവോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ, ടെൻഷൻ. പപ്പയല്ലേ പഠിപ്പിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല വഴക്കം കിട്ടും. ചിലപ്പോൾ തലയുടെ പുറകിലൊക്കെ ഓരോ അടിയും കിട്ടും. അയ്യോ, പപ്പയുടെ കൂടെ ഡ്രൈവിംഗ് പഠിക്കണം. പൂച്ച എലിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ. അലീനയുടെ വർത്തമാനം കേട്ട് മാമച്ചനും രേവതിക്കുട്ടിയും പൊട്ടിച്ചിരിച്ചു. സ്റ്റാൻലിയുടെ രൂപം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടതോടെ ചിരി നിലച്ചു. ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിയുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ സ്റ്റാൻലി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അവിടെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വരൂ.
അലീന ചിന്നുമോളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മുമ്പേ കയറി ചെന്നു. പപ്പ ഇത് കണ്ടോ? അന്ന് കണ്ട ചിന്നുമോളാണെന്ന് നോക്കിയേ. സ്റ്റാൻലി സ്വതസിദ്ധമായ ഗൗരവം വിടാതെ ചിന്നുമോളെ നോക്കി. ചിന്നുമോൾ അപ്പോൾ ഷെയ്ക്ക് ഹാൻഡിനായി കൈ നീട്ടി. സ്റ്റാൻലിയും ഹായ് അങ്കിൾ, നൈസ് ടു മീറ്റ് യു. അത് രേവതിക്കുട്ടി പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു. അലീനയ്ക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് കുനിഞ്ഞ് ചിന്നുമോളുടെ കുഞ്ഞു കവളത്ത് തഴുകി. എന്നിട്ട് വെരി നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു ചിന്നുമോൾ? ഐ ആം ഫൈൻ, താങ്ക് യു അങ്കിൾ. സ്റ്റാൻലി നിവർന്നു നിന്ന് മാമച്ചനെ നോക്കി. ഹലോ മാമച്ചൻ, വെൽക്കം വെൽക്കം. താങ്ക് യു. ഔതക്കുട്ടി സാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടൊരു തൂണും ചാരി അങ്ങനെ നിൽക്കുകയാണ്. അയാൾക്ക് മാമച്ചനെയും ഗ്രേസമ്മയെയും കാണുമ്പോൾ അല്പം ജാള്യതയുണ്ട്. ചിന്നുമോളെ കാണുമ്പോഴുമുണ്ട് അല്പം വൈക്ലഭ്യം. അത് കണ്ടുകൊണ്ട് രേവതിക്കുട്ടി അലീനയോട് ഈണത്തിൽ ചോദിക്കുകയാണ്, ഈ ഔതക്കുട്ടി ചായൻ എന്താണാവോ വിഷണ്ണനായി വിമൂകനായി വിരൂപനായി ഇങ്ങനെ മാറി നിൽക്കുന്നത്? അലീന പെട്ടെന്ന് രേവതിക്കുട്ടിയെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, ഛേ പെണ്ണെ, നിന്റെ നാക്ക് വല്യപ്പച്ചൻ കേട്ടോ എന്തോ. സ്റ്റാൻലി മാമച്ചനെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാക്കിയുള്ളവർ അലീനയുടെ മുറിയിൽ ഒത്തുകൂടി. ഇനി വിശേഷ വർത്തമാനങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചങ്ങോട്ട് നിരത്താൻ തുടങ്ങുകയാണ്. ഉച്ചയൂണിന് മുമ്പ് സ്റ്റാൻലി 3 മാമച്ചൻ 1.5 പെഗ്ഗു വീതം അകത്താക്കി. ഊണ് വിഭവസമൃദ്ധമാക്കുവാൻ വേണ്ടതെല്ലാം അലീന മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചു ദിവസം ഷെറിനും ചിന്നുമോളും കുളത്തുപുഴയിലാണ് താമസമെന്ന് ഊണ് കഴിക്കുന്നതിനിടയിൽ രേവതിക്കുട്ടിയുടെ പ്രഖ്യാപനമുണ്ടായി. അലീനയ്ക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. ഊണ് കഴിഞ്ഞ് വീണ്ടും ഗ്രേസമ്മയും ഷെറിനും രേവതിക്കുട്ടിയും അലീനയും മുറിയിലെത്തി. ചിന്നുമോൾക്ക് ഇനിയൊന്നും മയങ്ങണം. അലീന തൊട്ടടുത്ത് ഔതക്കുട്ടിച്ചായന്റെ മുറിയിൽ അവളെ ഉറങ്ങുവാൻ വേണ്ടി കിടത്തി. കുഞ്ഞിന്റെ കഴുത്ത് ഉയർക്കുന്നുണ്ടായിരുന്നു. അലീന വേഗം കുറച്ച് ഫാൻ ഇട്ടുകൊടുത്ത ശേഷം തന്റെ റൂമിലേക്ക് തിരികെ പോയി. ഷെറിൻ അവളോട് അഞ്ചലിൽ പോയ വിശേഷങ്ങൾ ചോദിച്ചു. ഫോണിൽ രേവതിക്കുട്ടിയോടും ഷെറിനോടും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടിയും അവർക്ക് നേരിൽ അത് കേൾക്കണം. അലീന എല്ലാം ഒന്നുകൂടി വിസ്തരിച്ചു. താൻ റബ്ബർ തോട്ടത്തിലെ ഓഫീസിൽ വരുത്തിയ ഭരണ പരിഷ്കാരങ്ങളെപ്പറ്റിയും അഞ്ചലിലേക്കുള്ള തുക വെട്ടിക്കുറച്ചതിനെ പറ്റിയും പറഞ്ഞു. ഇപ്പൊ പപ്പ നേരിട്ട് പോയി മക്കളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പോരും. ഒന്നുകിൽ ടോജോയെ അല്ലെങ്കിൽ ടാനിയ മോളെ ഏൽപ്പിക്കും. അത് കേട്ടിട്ട് ഷെറിൻ ചോദിക്കുകയാണ്, ചേച്ചിയുടെ കയ്യിൽ കൊടുത്താൽ എന്താ കുഴപ്പം? എൽസമ്മ ആൻറ്റി വാങ്ങിക്കില്ല, പപ്പയോട് സംസാരിക്കുക പോലുമില്ല. അവർ തമ്മിൽ തീണ്ടലും തൊടിയിലും ഉള്ളതുപോലെയാ. എത്ര രൂപ കൊടുക്കും? അവിടുത്തെ വീട്ടു ചെലവിനുള്ള പൈസ, കറണ്ടും ഫോണും ഫീസും മരുന്നും മന്ത്രവും യാത്രാക്കൂലിയും ഡ്രസ്സും ട്യൂഷൻ ഫീസും എല്ലാം ചേർന്നിട്ട് 17,500 രൂപ ഒരു മാസം കൊടുക്കും. നല്ലതുപോലെ കണക്ക് കൂട്ടിയിട്ടാണ് അങ്ങനൊരു ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അവർക്ക് ഒന്നിനും ഒരു കുറവും വരരുത്. മറ്റുള്ളവരവരെ ചൂഷണം ചെയ്യാനും പാടില്ല. മാത്രവുമല്ല, പണം എവിടുന്നാണ് വരുന്നതെന്നും ആരാണ് തരുന്നതെന്നും ആ മക്കൾ അറിയണ്ടേ? അതിന് പുറകിലൊരാളുണ്ട്. ആ ആളുടെ അധ്വാനവും മനസ്സുമുണ്ട്. റബ്ബർ തോട്ടം കിളിച്ചു വന്നതേ ആകാശത്തിലെ പറവകൾ റബ്ബർ കുരു വിതറിയിട്ടല്ല. പപ്പ പട്ടാളത്തിൽ ദീർഘകാലം നടത്തിയ സേവനത്തിന്റെ പ്രതിഫലം അത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടാണ്. പക്ഷെ കുട്ടികൾക്കിതൊന്നും അറിയില്ലല്ലോ. അവരുടെ കണ്ണിൽ പപ്പ എന്തോ മഹാ അപരാധം ചെയ്ത ആളാണ്. പപ്പ ഈ പൈസ കൊടുക്കുന്നത് പോലും അവരുടെ കാഴ്ചപ്പാടിൽ എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. അവരുടെ കണ്ണിൽ അവരുടെ അമ്മയാണ് ത്യാഗിനി. അമ്മ അവർക്ക് വേണ്ടി ആഹാരം വെച്ച് വിളമ്പുന്നു, വിഴുപ്പലക്കുന്നു. അമ്മ അവർക്ക് വേണ്ടി കരയുന്നു. അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും ചെയ്യുന്നു. അമ്മ അവർക്ക് വേണ്ടി നിരാശപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നു. അമ്മ അവർക്ക് വേണ്ടി ജീവിത സുഖങ്ങളെല്ലാം ബലി കഴിച്ച് ഒരു സന്യാസിനിയെ പോലെ ജീവിക്കുന്നു. പപ്പ മാത്രം കുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഷെറിൻ, അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവരതല്ലേ കാണുന്നത്. വീണ്ടും അലീന പറയുകയാണ്, അപ്പനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ടത് ആരാ? അമ്മ തന്നെയാ. പ്രത്യേകിച്ചും വീട്ടിൽ നിന്നും അകന്ന് ജോലി ചെയ്യുന്ന അച്ഛന്മാരെ പറ്റി കുറ്റം മാത്രം പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അങ്ങനെയേ മനസ്സിലാക്കൂ. സ്വന്തം ജീവിതത്തിൽ ഇരുട്ട് നിറയ്ക്കാൻ ആർക്കും സാധിക്കും. എൽസമ്മയാൻറ്റി അതാണ് ചെയ്തത്. ആ ഇരുട്ട് മക്കളുടെ ജീവിതത്തിലും പടർന്നു. പപ്പയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടമായിട്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ ഇവിടെ വരുമ്പോൾ പപ്പ ജീവിതം ഉപേക്ഷിച്ചതുപോലെയായിരുന്നു. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുകയാണ്, സ്റ്റാൻലി പണവുമായി അഞ്ചലിൽ ചെല്ലുമ്പോൾ കുട്ടികൾ മിണ്ടുവോ? അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ യെസ് ഓർ നോ മാത്രം. ഒരു ചായ കുടിക്കുന്നോ എന്ന് പോലും ചോദിക്കില്ല. അവർക്ക് സ്നേഹമില്ല ആൻറ്റി. അവർക്ക് പപ്പയോട് മാത്രമല്ല, അവരുടെ മമ്മിയോടും റീത്താമ്മ ആൻറ്റിയോടും സ്നേഹമില്ല. അവരോട് പോലുമില്ല. കാരണം സ്നേഹിക്കാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. നേരിൽ കാണുമ്പോഴത്തെ ചിരിയും വർത്തമാനവും അല്ലല്ലോ സ്നേഹം. അത് സ്നേഹിക്കുന്നവരെക്കുറിച്ചുള്ള ഓർമ്മയാണ്. സ്നേഹിക്കുന്നവരെ പറ്റിയുള്ള ചിന്തയും കരുതലുമാണ്. സ്നേഹിക്കുന്നവരോട് കാട്ടുന്ന അലിവും കരുണയും സഹായവുമാണ്. അലീന ആവേശഭരിതമായിട്ടാണ് സംസാരിക്കുന്നത്. അത് കേട്ടിട്ട് വീണ്ടും ഗ്രേസമ്മ ചോദിക്കുകയാണ്, ഈ പറയുന്ന സ്റ്റാൻലിക്ക് അങ്ങോട്ടും സ്നേഹിക്കാമല്ലോ. സ്വന്തം മക്കളല്ലേ. മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ എല്ലാ അപ്പന്മാരും ചെയ്യേണ്ട കടമ മാത്രമല്ലേ? കൊടുത്താൽ തിരിച്ചും കിട്ടണം ആൻറ്റി. പച്ചവെള്ളം പോലെ താഴോട്ട് മാത്രം ഒഴുകേണ്ടതല്ല സ്നേഹം. രക്തം പോലെ മുകളിലേക്കും ഒഴുകണം. ഗ്രേസമ്മ അപ്പോൾ അലീനയുടെ മുഖത്തേക്ക് നോക്കി മൗനമായിരുന്നു. ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയുടെ മുറിയുടെ വാതിക്കലെത്തി. അകത്തുനിന്ന് സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. വാതിൽക്കൽ ആളനക്കം കണ്ട് സ്റ്റാൻലി എത്തി നോക്കി. അപ്പച്ചനാണോ? അതെ. ഇങ്ങോട്ട് കയറി വന്നൂടെ? നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പുനലൂർ വരെ ഒന്ന് പോയാലോ എന്നാലോചിക്കുകയാണ്. ആ, അവിടെ എന്താ വിശേഷം? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല.
വീട്ടിൽ പോയിട്ട് ഇപ്പം കുറച്ച് ദിവസം ആയിട്ടില്ലടാ. എല്ലാവരെയും ഒന്ന് കണ്ടച്ചു വരാം. ആ, പോണെങ്കിൽ പോയിക്കോ. ബൈജുവിനോട് പറഞ്ഞാൽ മതി, അവൻ കൊണ്ടുവിട്ടോളും. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ റൂമിൻ്റെ വാതിക്കലെത്തി. അവിടെ വർത്തമാനം പൊടി പൊടിക്കുകയാണ്. അലീന പെട്ടെന്ന് ഔതക്കുട്ടിച്ചായനെ കണ്ടുകൊണ്ട്, എന്താ വല്യപ്പച്ച? ഞാൻ വീട്ടിലൊന്ന് പോവുക. അതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? ഇവിടെ ഇപ്പം ആളും പേരും ഒക്കെ ഉണ്ടല്ലോ മോളെ. അങ്ങനെ വല്യപ്പച്ചൻ ഇപ്പം പോണ്ട. എല്ലാവരും കൂടെ സന്തോഷിക്കുമ്പോൾ ഒരാൾ മാത്രം എന്തിനാ മുങ്ങുന്നേ? ഇവിടെ ആർക്കും വല്യപ്പച്ചനോട് ഒരു കെറുവുമില്ല മോളെ. അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്കൊരു കൂട്ടിനു വേണ്ടിയാ, അല്ലാതെ. പെട്ടെന്ന് അലീന ചാടിയങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, ഓഹോ അത് ശരി, എനിക്ക് കൂട്ടിനു വേണ്ടിയാ അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യും, വല്യപ്പച്ചൻ്റെ കൂടെ ഞാനും കൂടെ വരാം. വല്യപ്പച്ചനും വേണമല്ലോ ഒരു കൂട്ട്. ഔതക്കുട്ടിച്ചായൻ പിന്നെ ഒന്നും മിണ്ടാതെ തലയും ചൊറഞ്ഞുകൊണ്ട് പിൻവാങ്ങി. ഇടനാഴിയിൽ വെച്ച് ആൻ്റപ്പൻ ഔതക്കുട്ടിയോട് ചോദിക്കുകയാണ്, പോകുന്നില്ലേ? ഉടനെ ഇല്ല, വെയിലൊന്നാറിക്കോട്ടെ, ഒന്ന് മയങ്ങാൻ സമയമുണ്ട്. വരാത്ത കൂട്ടുക കൃത്രിമമായിട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ തൻ്റെ മുറിയിലേക്ക് കയറി കഥ കടച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലിൽ കിടന്നുകൊണ്ട് ചിന്നുമോൾ ഉറങ്ങുന്നു. അത് കണ്ടിട്ട് ഔതക്കുട്ടിച്ചായൻ ആശ്ചര്യപ്പെട്ടു. അലീനയോ ഷെറിനോ കിടത്തിയതായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. മുറിയിൽ നിന്നും പുറത്തിറങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ച് അല്പനേരം ഔതക്കുട്ടിച്ചായൻ അവിടെ നിന്നു. തലയണയിൽ നിന്നും തല ഊർന്നിറങ്ങിപ്പോയതിനാൽ കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടാകുമെന്ന് അയാൾക്ക് തോന്നി. അദ്ദേഹം കട്ടിലിനരികിലേക്ക് ചെന്ന് തലയണ പാകത്തിന് വെച്ചു. ദേഹത്തിനടിയിൽ നിന്ന് കൈയെടുത്തു മാറ്റി നേരെ കിടത്തി. അപ്പോൾ ചിന്നുമോൾ കണ്ണു തുറന്ന് ഔതക്കുട്ടിച്ചായനെ ഒന്ന് നോക്കി. അവൾ ഉണർന്നിട്ടില്ലെന്ന് ഔതക്കുട്ടിച്ചായന് മനസ്സിലായി. വേറൊരു ലോകത്തു നിന്ന് നോക്കുന്നത് പോലെയുള്ള നോട്ടമായിരുന്നു അത്. പതിയെ വീണ്ടും കൺപോളകൾ അടച്ചു. ഔതക്കുട്ടിച്ചായൻ ആ കട്ടിലിരുന്നു. ചിന്നുമോളെ ഇതുവരെ താൻ ശരിക്കും കണ്ടിട്ടില്ലെന്ന് അയാൾ ചിന്തിച്ചു. ഇപ്പോഴാണ് മനസ്സിൽ പതിയുന്നത്. അഴകുവിടർന്ന നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിച്ചുരുളുകൾ ഫാനിന്റെ കാറ്റിൽ ഇളകുന്നു. പാതി വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ അല്പം തെളിഞ്ഞു കാണാവുന്ന കൊച്ചരിപ്പല്ലുകളുടെ വെണ്മയിൽ ഏതോ സ്വപ്നലോകത്തിൽ നിന്നും വന്ന പൂപ്പൊഞ്ചിരി. ആശുപത്രി തൊട്ടിൽ വെച്ചാണ് ആദ്യമായി താനിവളെ കണ്ടത്. അന്ന് തോന്നിയത് വെറുപ്പും അപമാനവുമായിരുന്നു. പ്രസവത്തിൽ ഇവൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് പോത്തുമൂട്ടിലെ അനാഥ മന്ദിരത്തിൽ വെച്ച് ഇവളെ പലവട്ടം കണ്ടിട്ടുണ്ട്. അന്ന് വെറുപ്പും വിദ്വേഷവുമായിരുന്നു മനസ്സിൽ. മേരിക്കുട്ടി ഇവളെ ഏറ്റെടുത്ത് ഡാർജിലിംഗിലേക്ക് കൊണ്ടുപോയപ്പോൾ കൊട്ടാരമറ്റം കുടുംബത്തെ ഗ്രസിച്ചിരുന്ന ഒരു തീരാ ശാപം ഒഴിഞ്ഞുപോയതുപോലത്തെ ആശ്വാസമായിരുന്നു. ഔതക്കുട്ടിച്ചായൻ ഓർമ്മകളിലേക്ക് ചേക്കേറുകയാണ്. തൻ്റെ മകളുടെ കുഞ്ഞാണിത്, കൊച്ചുമകൾ. മനുഷ്യൻ തൻ്റെ ദുരഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതം മാത്രം കിട്ടിയ എത്രയോ പേരെ വേദനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അലീന ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിപ്പോഴും അനാഥാലയത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ കിടന്നേനെ. ചിന്നുമോളെ തന്നെ നോക്കിയിരിക്കെ ഔതക്കുട്ടിച്ചായൻ്റെ മനസ്സിൽ ആത്മനിന്ദയും കുറ്റബോധവും പെരുകി. അതിൻ്റെ മറുവശത്ത് സ്നേഹത്തിൻ്റെ ആദ്യ രശ്മികൾ ഉതിരുന്നതും അയാൾ തിരിച്ചറിഞ്ഞു. വലം കൈ നീട്ടി കുഞ്ഞിൻ്റെ നെറ്റിയിലെ അളകങ്ങൾ മാടിവെക്കുമ്പോൾ, കവിളത്ത് തലോടുമ്പോൾ അയാളുടെ വിരൽ തുമ്പുകളിൽ വാത്സല്യം തുളുമ്പി. രാത്രി അത്താഴമേശയിൽ വെച്ച് മാമച്ചനും ഗ്രേസമ്മയും ഔതക്കുട്ടിച്ചായനോടും അലീനയോടും സ്റ്റാൻലിയോടുമായി ഷെറിൻ്റെ വിവാഹകാര്യം ചർച്ച ചെയ്തു. ഷെറിൻ ചെറുപ്പമാണ്, ഒരാളുടെ ഭാര്യയായിരുന്നു എങ്കിലും ആ ബന്ധം 1.5 വർഷമേ നീണ്ടു നിന്നുള്ളൂ. അവൾക്ക് ഇനിയെങ്കിലും ഒരു ജീവിതം വേണം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അത് ആലോചിച്ച് നടത്തി കൊടുക്കണം. നാളെയാകട്ടെ അടുത്ത വർഷമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകരുത്. എന്നിട്ട് മാമച്ചൻ ചോദിക്കുകയാണ്, ഔതക്കുട്ടിച്ചായൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, ഞാൻ എന്നാ പറയാനാ, കല്യാണം നടത്തുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഉദ്ദേശിക്കുന്നത് പോലെ എളുപ്പമാണോ അത്? ഒരു ചെറുക്കനെ കണ്ടുപിടിക്കുവാൻ അത്ര എളുപ്പമല്ല. കാര്യങ്ങളൊക്കെ തുറന്നു പറയണ്ടേ? ഒരു കല്യാണം കഴിച്ചതും തമ്മിൽ പിരിഞ്ഞതും മാത്രമേ ഉള്ളെങ്കിൽ സാരമില്ല. കല്യാണത്തിന് മുൻപ് പ്രസവിച്ചു എന്നുള്ള കഥയൊക്കെ പറയുമ്പോൾ നല്ലൊരു ബന്ധം ഒത്തുകിട്ടാൻ പ്രയാസമാണ്. നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ഇല്ലേ, നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരല്ലേ. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് മനസ്സിലാവുമല്ലോ. ഷെറിൻ കണ്ടമാനം ജീവിച്ചവളാണെന്നോ പിഴച്ചു നടന്നവളാണെന്നോ ആർക്കും തോന്നാത്തതുപോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ സ്റ്റാൻലി, അങ്ങനെ ഒരു കല്യാണം നടത്തണമെങ്കിൽ നിലവിലുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തണം. അതിനോട് ഗ്രേസമ്മ അനുകൂലിച്ചു. ആ, വേണ്ടിവരും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ വീണ്ടും ചോദിക്കുകയാണ്, അവളുടെ കെട്ടിയവൻ ബന്ധം പിരിയാൻ സമ്മതിച്ചില്ലെങ്കിലോ? അവൻ ഉപേക്ഷിച്ചതല്ലേ, എന്തായാലും അവൻ അവളെ വേണ്ട. അപ്പോൾ പിന്നെ ബന്ധം പിരിയുന്നതല്ലേ അവനും നല്ലത്. അവനും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഡിവോഴ്സ് വേണ്ടി വരുമല്ലോ. ഗ്രേസമ്മ അത് പറഞ്ഞപ്പോൾ വീണ്ടും മാമച്ചൻ പറയുകയാണ്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോണിയുടെ വീട്ടിൽ പോയി വീട്ടുകാരുമായി ഈ കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. വേണ്ടതുപോലെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ടോണി ഇപ്പോൾ വീട്ടിലുണ്ടോ എന്ന് നമുക്കറിയില്ല. കുവൈറ്റിലല്ലേ അവന് ജോലി. അവൻ്റെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ടോണിയോട് പറയിപ്പിക്കാം. അപ്പോൾ അലീന, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട അങ്കിളെ. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, ഒരു തീരുമാനം എടുത്താൽ മാത്രം പോരെ. പെട്ടെന്ന് ഷെറിൻ പറയുകയാണ്, എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആരും അതിന് ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട. ഞാൻ എൻ്റെ മോളെയും വളർത്തി കഴിഞ്ഞു കൂടിക്കൊള്ളാം, അതാ നല്ലത്.
അതിന് ഗ്രേസമ്മ, നാളെ നിന്നെ പിടിച്ചങ്ങ് കെട്ടിക്കാനൊന്നും അല്ലടി, ഓരോരോ കാര്യങ്ങൾ കണക്ക് കൂട്ടി നേരത്തെ ചെയ്തു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചർച്ചകൾക്കൊടുവിൽ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം മൂവാറ്റുപുഴയിൽ പോയി ടോണിയുടെ വീട്ടുകാരെ കാണാമെന്ന് തീരുമാനമായി. ഔതക്കുട്ടിച്ചായനും മാമച്ചനും ഗ്രേസമ്മയും അലീനയും കൂടി പോകാമെന്നും തീരുമാനിച്ചുറപ്പിച്ചു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. എല്ലാറ്റിനും ഉപരിയായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ.